അല്ലാമ സയ്യിദുൽ ബക്കരി പറയാണ് വതകൂനു സബബൻ ലിൽ വസൂലി, ഈ സ്വലാത്ത് അല്ലാഹുവിലേക്ക് ചേരാനുള്ള കാരണമാവുകയാണ്. അതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബി അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്, അള്ളാഹനെ ഇഷ്ടം വെക്കാനാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. റസൂലുള്ളാഹിനെ അനുധാവനം ചെയ്യാൻ പറ. ആ അനുധാവനത്തിലൂടെയാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റസൂലുള്ളാഹിന്റെ പേരുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അതുവഴി വതകൂനു സബബൻ ലിൽ വസൂലി, റസൂലുള്ളാഹി മുഖേന അള്ളാഹുവിലേക്ക് ചേരുകയാണ്. വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്കുള്ള വസീലയെ നിങ്ങൾ തേടണം. ഏറ്റവും വലിയ വസീല ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വസീല മുഖേനയാകണം അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് ചേരാനുള്ള വഴി ഉണ്ടാവുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല, സ്വലാത്ത് ധാരാളമായി ചെല്ലുന്ന ആളുകൾക്ക് ഭക്ഷണ വിശാലതയാണ്. അവർക്ക് ഞെരുക്കമുണ്ടാകൂല, അവർക്ക് കടമുണ്ടാകൂല. വന്നിരായ അബൂബക്കർ ഉസ്താദ് കക്കടിപ്പുറത്ത് എന്നെ വന്നിരായ ഉസ്താദിന് ശേഷം ആത്മീയ രംഗത്ത് 85 കൊല്ലത്തോളം ജീവിച്ചെന്ന് കുന്നത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരായ കക്കടിപ്പുറം അബ്ദുറഹ്മാൻ കുട്ടി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് സലാത്തിന്റെ ഇജാസത്ത് നൽകുമ്പോ, കൊടുക്കാനുള്ള അനുമതി നൽകുമ്പോ, നാരിത്തു സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, മോനെ ആർക്ക് വേണമെങ്കിലും ഈ സ്വലാത്ത് കൊടുത്തോ, അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകട്ടെ. ദാരിദ്ര്യം എന്നത് നാരിത്തു സ്വലാത്ത് ചെല്ലുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എത്രയോ മഹാന്മാരത് സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്, പല ഗ്രന്ഥങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ റസൂലുള്ളാഹിന്റെ പേരുള്ള സ്വലാത്ത് ഉപകരിക്കുന്നതാണ്. നമ്മൾ കടത്തിന്റെ പേരും പറഞ്ഞ് വിഷമിക്കുകയാണ്, ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകൾ എണ്ണുകയാണ്. ആ നഷ്ടങ്ങളുടെ കണക്ക് കൂട്ടുന്ന സമയത്ത് തസ്ബീഹ് എടുക്കുക, മുത്തനബിയുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുക. ഭക്ഷണ വിശാലതയ്ക്ക് അത് ധാരാളമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുള്ള സ്വലാത്ത് കൊണ്ടുള്ള നേട്ടമെന്താ? വഇന്നമൻ അക്സറ മിൻഹാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. റസൂലുള്ളാഹിന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ, അവന്റെ ശരീരം അല്ലാഹു തീക്ക് ഹറാമാക്കിയിരിക്കുകയാണ്, നരകത്തിൽ ഹറാമാക്കിയിരിക്കുകയാണ്. കാരണം ഹൃദയത്തിൽ ഹബീബ് കുടികൊള്ളുമ്പോ തെറ്റിനെ തൊട്ട് നാവിനെ തടയുകയാണ്, കണ്ണിനെ തടയുകയാണ്, കാലിനെ തടയുകയാണ്, ശരീരത്തെ തടയുകയാണ്. ഈ നിലയ്ക്ക് തടഞ്ഞു വെച്ച ശരീരത്തെ എങ്ങനെയാണ് നരകത്തിലിട്ട് കത്തിക്കാൻ അല്ലാഹുവിന് സാധിക്കുക? ഈ ഹബീബ് കുടികൊള്ളുന്ന ഹൃദയത്തെ എങ്ങനെയാണ് നരകത്തിലിട്ട് കത്തിക്കാൻ അല്ലാഹുവിന് സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാ. സ്വലാത്ത് കൊണ്ടുള്ള കുറഞ്ഞ നേട്ടങ്ങളിൽ ഒരു നേട്ടം ഹബീബ് തന്നെ പറയുകയാണ്, മൻ സർറഹു അയ്യൽഖല്ലാഹ വഹുവ അൻഹു റാദിൻ ഫലിയുക്സിർ മിനസ് സ്വലാത്തി അലയ്യ. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, അള്ളാഹു അവനെ തൊട്ട് സംപ്രീതനാണ്.
പറയുകയാണ്, അള്ളാഹുവിന്റെ തൃപ്തികരകരമായ നിലയിൽ മരിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യുക്സിർ മിനസ്സലാത്തി അലയ്യ, എന്റെ മേൽ സലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ നിലക്ക് അവൻ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. എന്നിട്ട് ഹബീബ് പറയുകയാണ്, അക്സുറൂ മിനസ്സലാത്തി അലയ്യ, എന്റെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. ഫഇന്നാ നൂറുൻ ഫിൽ ഖബരി, ഖബറിലത് പ്രകാശമാണ്. വനൂറുൻ അസ്റാത്ത്, സിറാത്തുൽ മുസ്തഖീമിലത് പ്രകാശമാണ്. വസ്നൂറുൻ ഫിൽ ജന്ന, സ്വർഗത്തിലത് പ്രകാശമാണ്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് ചൊല്ലി ഞാനങ്ങ് മരിച്ചുപോയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അക്സറ മിനസ്സലാത്തി അലയ്യ ഫി ഹയാതിഹി അമറല്ലാഹു ജമീഅ മഖ്ലൂഖാതിഹി അൻ യസ്തഗ്ഫിറൂ ലഹു ബഅദ മൗതിഹി. ഒരാള് ധാരാളം സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയിട്ട് ആ നിലക്ക് മരിച്ചുപോയ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് പറയാണ്, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ എന്റെ ഹബീബിനെ ഓർത്തവനാണ്, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവനാണ്. അതുകൊണ്ട് ആ മലായിക്കത്തുകളടങ്ങുന്ന അല്ലാഹുവിന്റെ കോടാനകോടി സൃഷ്ടികളോട് അല്ലാഹു പറയാണ്, അവന് വേണ്ടി നിങ്ങൾ പശ്ചാത്താപത്തെ ചോദിക്കൂ. ഞാൻ മരിച്ചാലും എന്നെ ഓർമ്മിക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ടാകും. ഞാൻ മരിച്ചാലും എനിക്ക് വേണ്ടി പശ്ചാത്താപം ചോദിക്കാൻ ഒരാളുണ്ടാകും. ഞാൻ നിർത്തുകയാണ്. സ്വലാത്ത് ധാരാളം ചെല്ലുന്നതിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന ഒരുപാട് അനുഭവങ്ങൾ മഹാന്മാർ സ്വലാത്തിന്റെ ഇജാസത്ത് നൽകുമ്പോൾ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന വിശ്വാസി അവൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആള് ഈ ലോകത്തോട് വിട പറയുമ്പോ ഹബീബിന്റെ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് സ്വലാത്ത് ധാരാളം ചൊല്ലിയ ആളുകളുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമെന്ന് സ്വലാത്തിന്റെ മശായിഖുമാര് പലപ്പോഴും ഇജാസത്ത് നൽകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം അതാ വഫായത്തുൽ അയ്യാനിൽ ഇമാം ഇബ്നു ഖല്ലഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം കൊണ്ടുവരുന്നു. റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ച ആള്, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ച ആള് ആ നിലക്ക് മരിച്ചുപോയാൽ മുത്തുനബിയുടെ ഇടപെടൽ ഖബറിലുണ്ടാകുന്ന രംഗം, ഹബീബിന്റെ സാന്നിധ്യം ഖബറിലുണ്ടാകുന്ന രംഗം ഓർത്തു പോവുകയാ. സ്വലാത്തിന്റെ മഹാന്മാര് പറഞ്ഞത്, റസൂലുള്ളാഹ് നമ്മുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമെന്ന്. സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരണം നന്നാകാൻ ദ്വാരിക്കണം. അതിന് ജീവിതശൈലിയിൽ മാറ്റം വരണം. അവസാനം ജനാസ ഇറക്കി വെക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മയ്യത്തിന്റെ, എന്റെയും നിങ്ങളുടെയും ജനാസയുടെ മുകളിൽ വരേണ്ടത് റീത്തുകളല്ല, പുഷ്പങ്ങളല്ല. ഈ ജനാസ ഇറക്കി വെക്കാൻ വരേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളായിരിക്കണം. ഇമാം ഇബ്നു ഖല്ലഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദ്, ഇമാം മുസ്ലിമിന്റെ ഉസ്താദ്, സിഹാഹ് സുത്തയിലെ 6 പ്രബലരായ മുഹദ്ദിസുകളുടെയും ഉസ്താദായ ഇമാം ഇബ്നു ഹറാസ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും അവിടുന്ന് ചിരിച്ചിട്ടില്ല. അത്രത്തോളം ഇഷ്ടല്ല ലോകത്ത് നിന്ന് മുത്തുനബിയെ പ്രണയിച്ചു പോയ ആ പ്രവാചക അനുരാഗിയതാ ഈ ലോകത്തോട് വിട പറയുകയാണ്. ജീവിതത്തിൽ ചിരിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലാത്ത മഹാൻ അവസാനം മഹാനവറുകൾ വഫാത്തായി അവിടുത്തെ പരിശുദ്ധ ശരീരം കടത്തിയിരിക്കുകയാണ്. ചുറ്റുഭാഗവും ശിഷ്യഗണങ്ങളും ബന്ധുക്കളും കൂടി നിൽക്കുമ്പോ
ജീവിതത്തിൽ ഒരിക്കലും ചിരിച്ചിട്ടില്ലാത്ത റബീഉ ഇബ്നു ഹറാഷ് മയ്യിത്തായതിനു ശേഷം ചിരിക്കുകയാണ്. ഈ രംഗം കണ്ട് ഭയവിഹ്വലരായ ശിഷ്യഗണങ്ങളും ബന്ധുജനങ്ങളും പകച്ചു കേൾക്കുമ്പോ ശരീരം കേൾക്കുകയാ. സഹോദരങ്ങളെ, എന്റെ മയ്യത്ത് എന്തിനാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്റെ മയ്യത്ത് എന്തിനാണ് നിങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നത്? വറസൂലുള്ളാഹി യൻദുർനി ഫീ ഖബരി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ ജനാസ കാത്തുകൊണ്ട് ആ ഖബറിൽ നിൽക്കുകയാണ്. എന്റെ ഖബറിൽ എന്റെ ഹബീബ് എന്നെ കാത്തു നിൽക്കുമ്പോൾ എന്റെ ജനാസ ഇവിടെ വെച്ച് ചിന്തിപ്പിക്കുകയാണോ? സഹാബ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെ, അതുകൊണ്ട് ഖദ്ദിമൂനി, എന്റെ ജനാസ നിങ്ങളൊന്ന് മുന്തിക്കുമോ? റസൂലുള്ളാഹി യൻദുർനി ഫീ ഖബരി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ശിഷ്യഗണങ്ങളും ബന്ധുജനങ്ങളും കൂടി ചേർന്ന് റബീഉ ഇബ്നു ഹറാഷ് എന്ന മഹാന്റെ ജനാസ കൊണ്ടുവരികയാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഫവജദ്നാ ഫീഹൽ മിസ്കി മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് പരിശുദ്ധമായ പരിമളമതാ അടിച്ചു വീശുകയാണ്. ആ നിലക്കുള്ള ഒരു മരണം എനിക്കും നിങ്ങൾക്കും മരിക്കണം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ പ്രണയിച്ചോ? ജീവിതം മദീനയുമായി തെറ്റ് ചെയ്തോ? മടങ്ങിക്കോ മദീനയിലേക്ക്. നമ്മുടെ കൽബുകളെ മദീനയിലേക്ക് മടക്കുക, ദാവിനെ മദീനയിലേക്ക് മടക്കുക. ആ നിലക്ക് നമുക്ക് അവസാന നിമിഷവും നമ്മുടെ മടക്കം മദീനയിലേക്കാണ്. നിങ്ങൾക്കറിയുമോ, കേരള ജനങ്ങൾക്ക് ബുർദയുടെ ഇശലുകൾ പാടിക്കൊടുത്ത ഒരു മഹാനുണ്ടായിരുന്നു. കേരള ജനങ്ങൾക്ക് ബുർദ എങ്ങനെ ചെല്ലണമെന്ന് പഠിപ്പിച്ച അറേബ്യ ലോകത്തുനിന്ന് കടന്നു വന്ന പരിശുദ്ധമായ മസ്ജിദുൽ മുഹമ്മദ്, പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിലെ മുദരിസായിരുന്ന മഹാനായ അലവി അൽ മാലിക്കി, മക്കയുടെ പ്രിയപ്പെട്ട മകനായ അബ്ബാസ് അൽ അലവി മാലിക്കി മക്ക. ഒരു കൊല്ലം തികഞ്ഞില്ലല്ലോ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോ അവിടുത്തെ അന്ത്യനിമിഷങ്ങൾ എങ്ങനെയാണ്? റസൂലുള്ളാഹിനെ പ്രണയിച്ചു പോയ മഹാനാണ്. പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് ലോകത്ത് പല ഭാഗങ്ങളിലും ചെന്ന് പ്രവാചക തിരുവചസ്സുകളെ കൊണ്ട് ജീവസുറ്റതാക്കിയ എത്ര മജ്‌ലിസുകളാണ് ആ മഹാനിലൂടെ കടന്നുപോയത്. വിശ്വാസ ഹൃദയാന്തരങ്ങളെ മദീനയുമായി ലയിപ്പിക്കുന്ന തരത്തിൽ പ്രവാചക തിരുവചസ്സുകളെ പ്രേമത്തിൽ ചാലിച്ച ആ സുഗന്ധത്തെ മദീനയിലേക്ക് വിതറി അവിടുന്ന് ഇസ്മിന്റെ ലോകത്ത് നിന്ന് ബുർദയിലൂടെ ആ മാലോക സമൂഹത്തെ ആശിഖീങ്ങളെ മാടി വിളിച്ച മഹാനായ അബ്ബാസ് അൽ അലവി മാലിക് മക്ക. അവിടുന്ന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് മക്കയിലേക്കുള്ള ആ മദീനയിലേക്കുള്ള യാത്രയില് അവിടുന്ന് പറയുക, അന മയ്യിത്തുൻ അൽആൻ വദാഹിബുൻ ഇലാ റസൂലില്ലാഹ് വനതഖ الشهادة لا إله إلا الله محمد رسول الله. ഹബീബിനെ പ്രണയിച്ചു പോയ ആ പ്രണയിനി സ്വന്തം മകനെ വിളിക്കുകയാണ്, മോനെ അനമയ്യത്തുന്നല്ലാൻ, ഈ നിമിഷം ഞാൻ മരിക്കാൻ പോയാണ്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഞാൻ പോവുകയാണ്. പുഞ്ചിരി തോന്നുന്ന വചനത്തോടെ പ്രവാചക തിരുവചസ്സുകൾ ജീവിതത്തിൽ സമസ്യയായി സ്വീകരിച്ച മഹാൻ അവിടുന്ന് അതാ ഉറക്കെ പറയുകയാണ്, വനതഖ ഷഹാദാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മോനെ ഞാൻ പോയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വദാഹിബുൻ ഇലാ റസൂലില്ലാഹ്.
റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് ഞാൻ മടങ്ങുകയാണ്. അവിടുന്ന് അന്തിനിദ്ര കൊള്ളുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ എല്ലാവരും കേൾക്കെ പറഞ്ഞു. മഹാനവറുകളുടെ വഫാത്തിന്റെ ആ സന്ദർഭത്തെ അറേബ്യയിലെ പത്രങ്ങളടക്കം പ്രിയപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവിടുന്ന് അത്രത്തോളം പ്രവാചകനെ ഇഷ്ടവച്ച് മദീനയുമായുള്ള ലേനം യാഥാർത്ഥ്യമാക്കിയവരാണ്. ആ നിലയ്ക്ക് ഹബീബിനെ സ്നേഹിക്കാൻ, ഹബീബിനെ പ്രണയിക്കാൻ, ഹബീബിനോടുള്ള മഹബ്ബത്ത് നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേറ്റ്